സാദുൽ മുസ്തഖി എന്ന കിതാബിലെ കിതാബു ത്വഹാറ ശുദ്ധീകരണം എന്ന അധ്യായമാണ് നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗമായ അൽ മിയാഹു സലാസത്തുൻ, വെള്ളം 3 തരമാണ് എന്നതിലെ ഒന്നാമത്തെ ഇനമാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തത്. തുഹൂറായ വെള്ളം, അതായത് ത്വാഹിറുൻ മുത്തഹിറുൻ ലി ഗൈരിഹി, അല്ലെങ്കിൽ ത്വാഹിറുൻ ബിനഫ്സിഹി മുത്തഹിറുൻ ലി ഗൈരിഹി, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം, അതാണ് തുഹൂറായ വെള്ളം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. വലാ യർഫഉ ഹദസ റജുലിൻ തുഹൂറുൻ യസീറുൻ ഖലത് ബിഹി ഇംറഅത്തുൻ ലിതുഹാറത്തിൻ കാമിലത്തിൻ അൻ ഹദസിൻ വഇൻ തഗയ്യറ ലൗനുഹു ഔ തഅമുഹു ഔ റീഹുഹു ബിത്വബ്ഖിൻ ഔ സാഖിത്തിൻ ഫീഹി ഔ റുഫിഅ ബിഖലീലിഹി ഹദസുൻ ഔ ഗുമിസ ഫീഹി യദു ഖായിമിൻ മിൻ നൗമി ലൈലിൻ നാഖിലിൻ ലിവുളൂഇൻ ഔ കാന ആഖിറ വസ്ലത്തിൻ സഅലത് ബിഹ നജാസത്തു ഫത്വാഹിറുൻ. 2 ഭാഗങ്ങളാണ് ഇന്ന് വായിച്ച വിഷയങ്ങളിൽ വരുന്നത്. ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞ തുഹൂറായ വെള്ളത്തിൻ്റെ തന്നെ മറ്റൊരു നയം, മറ്റൊരു ഇനമാണ് ഇനി ചർച്ചയ്ക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്ന ഭാഗം അത് ത്വാഹിറായ വെള്ളം, തഗയ്യറ ലൗനുഹു എന്നുള്ള അവിടെ മുതലുള്ളത് ത്വാഹിറായ വെള്ളം എന്ന രണ്ടാമത്തെ ഇനമാണ്. തുഹൂറല്ലാത്ത ത്വാഹിറായ വെള്ളം, അതാണ് അവിടെ നിന്ന് അങ്ങോട്ട് ചർച്ച വരുന്നത്. വലാ യർഫഉ ഹദസ റജുലിൻ തുഹൂറുൻ യസീറുൻ. വലാ യർഫഉ ഹദസ റജുലിൻ, ഒരു പുരുഷൻ്റെ അശുദ്ധിയെ ഉയർത്തുക ഇല്ല. തുഹൂറുൻ യസീറുൻ, കുറഞ്ഞ തുഹൂറായ വെള്ളം. കുറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു 2 കുലത്തിൽ താഴെയുള്ളത്. കസീർ എന്ന് പറഞ്ഞാൽ 2 കുലത്തിൽ എത്തിയ വെള്ളം, 2 കുലത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അതാണ് കസീർ. ഇത് യസീർ, കലീലായ യസീറായ തുഹൂറായ വെള്ളം പുരുഷൻ്റെ അശുദ്ധിയെ ഉയർത്തുക ഇല്ല. ഖലത് ബിഹി ഇംറഅത്തുൻ, ഒരു സ്ത്രീ ഖൽവത്തിലായ, അവൾ ഒറ്റക്കായ ഒരു സ്ത്രീ ഉപയോഗപ്പെടുത്തിയ വെള്ളം. ലിത്വഹാറത്തിൻ കാമിലത്തിൻ അൻ ഹദസിൻ, പൂർണ്ണമായ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു സ്ത്രീ ഉപയോഗപ്പെടുത്തിയ തുഹൂറായ വെള്ളം, അത് ഖലീലാണ് എങ്കിൽ അത് പിന്നെ ഒരു പുരുഷൻ്റെ അശുദ്ധിയെ ഉയർത്താൻ പര്യാപ്തമല്ല. മനസ്സിലായിട്ടില്ല? അതായത് ഇപ്പോൾ 7 നിബന്ധനയാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ വായിച്ചതിൽ 7 നിബന്ധന പറഞ്ഞു. ഒന്ന്, വലാ യർഫഉ ഹദസ റജുലിൻ, ഹദസ് അശുദ്ധിയെ ഉയർത്തുകയില്ല. അതായത് ഒരു സ്ത്രീ ഉപയോഗിച്ച ഒരു വെള്ളം, പരിപൂർണമായ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു സ്ത്രീ ഉപയോഗിച്ച വെള്ളം. ഇത് ശുദ്ധീകരണം, അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം, നേഴ്സെന്നല്ല, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഒരു സ്ത്രീ ഉപയോഗിച്ച വെള്ളം, അതാവട്ടെ തൊഹൂറായ വെള്ളമാണ്, പക്ഷെ ഖലീലാണ് എങ്കിൽ ഇനി പുരുഷൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കാവതല്ല. ഇത് ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ്. ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മസ്അലയിൽ ഖിലാഫുകൾ വന്നിട്ടുള്ളത്. അവൾ സ്ത്രീ, അവൾ ഏകയായിക്കൊണ്ട് ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു വെള്ളം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ മറ്റൊരു പുരുഷന് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ 7 ഖൈദ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഇവിടെ 7 നിബന്ധനകളാണ്, 7 ഉപാധികളാണ് ഇപ്പോൾ വായിച്ച ഇബാറത്തിലുള്ളത്. ഒന്ന് ഹദസ എന്ന് പറഞ്ഞു, അശുദ്ധിയെ ഉയർത്തുകയില്ല എന്നാണ്. അപ്പോൾ അശുദ്ധി എല്ലാത്തിനെ ഉയർത്താൻ, നജസ് നീക്കാനൊക്കെ പറ്റും എന്നർത്ഥം. ഹദസും ഖബസും, അല്ലെങ്കിൽ ഹദസും നജസും പഠിച്ചു പോയതാണ്. അപ്പോൾ ഹദസിനെ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും പറ്റും എന്ന് മനസ്സിലാകാം. 2, ഹദസ റജുലിൻ എന്നാണ്, ഒരു പുരുഷൻ്റെ അശുദ്ധി ഉയർത്താൻ പറ്റുകയില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം,
മറ്റു സ്ത്രീക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു സ്ത്രീ ഉപയോഗിച്ച വെള്ളം മറ്റു സ്ത്രീക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം എന്ന് ഈ വാചകത്തിൽ നിന്ന് കിട്ടും. മൂന്നാമത്തെ നിബന്ധന പറഞ്ഞത് തുഹൂറുൻ യസീറുൻ എന്നാണ്. യസീറായ തുഹൂർ എന്ന് പറഞ്ഞാൽ 2 കുലത്തിൽ താഴെയാണെങ്കിൽ, അപ്പോൾ 2 കുലത്തിൽ അധികമുള്ള വെള്ളത്തിൽ നിന്നാണ് സ്ത്രീ ഉപയോഗിച്ചതെങ്കിൽ ഈ പറഞ്ഞത് അതിന് ബാധകമല്ല. അതാണ് മൂന്നാമത്തെ ഉപാധി. നാലാമത് പറഞ്ഞത് ഖലത്ത് ബിഹി അതുകൊണ്ട് ഒറ്റക്കായി എന്നാണ്. ഖൽവത്ത് ഒറ്റക്കാവുക. 5 ഇംറഅത്തുൻ ഒരു സ്ത്രീ ഒറ്റക്കാവുന്നു. 6 ലിത്വഹാറത്തിൻ കാമിലത്തിൻ പരിപൂർണമായ ശുദ്ധീകരണത്തിന് വേണ്ടി. 7 അൻഹദസിൻ ഒരു അശുദ്ധിയിൽ നിന്നുള്ള പൂർണ്ണമായ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു സ്ത്രീ മാത്രമായി ഉപയോഗപ്പെടുത്തിയ വെള്ളമാണെങ്കിൽ, ആ വെള്ളം 2 കുലത്തിൽ താഴെയുമാണെങ്കിൽ പിന്നീടത് ഒരു പുരുഷൻ ശുദ്ധീകരണത്തിന് വേണ്ടി ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാവതല്ല. ഇബ്നു ഉസൈമീൻ പറയുന്നത് ഫയ്യാ തത്വഹറ അല്ല ഇദാ തമ്മത്ത് ഹാദിഹിൽ ഖുയൂദു സബ്അതു സബത്തൽ ഹുക്മു. ഈ 7 ഉപാധികൾ ഒത്തൊരുമിച്ച് വന്നാലാണ് ഈ ഹുക്മ് ഉണ്ടാകുന്നത്. ഈ കിതാബിൽ പറഞ്ഞ പ്രകാരം ഈ 7 ഉപാധികൾ ഒരു വെള്ളത്തിൽ ഒത്തുചേർന്നാൽ പിന്നെ വെള്ളം കൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ശുദ്ധീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പുരുഷൻ വുളൂ ചെയ്യാനോ അതല്ലെങ്കിൽ പിന്നെ നിർബന്ധമായ കുളിക്ക് വേണ്ടിയോ ഒക്കെ ആ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളുടെ അശുദ്ധി നീങ്ങുകയില്ല. എന്നാൽ വെള്ളമാവട്ടെ തൊഹൂറാണ് താനും. വെള്ളം തൊഹൂറാണ്, അതിന് സംശയമില്ല. തൊഹൂറായ വെള്ളമാണ്. അപ്പോൾ ആ തൊഹൂറായ വെള്ളം ഇയാൾക്ക് പിന്നെ തൊഹൂരിയത്തിന് പറ്റാത്ത അവസ്ഥ വരുന്നു. ഇത് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞത് തഅബ്ബുദിയാണ്. ഇതിന് എന്തുകൊണ്ട് നിബന്ധന എന്താണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി കാരണം പറയാൻ കഴിയില്ല. എന്നാൽ നബിതങ്ങൾ ഒരു ഹദീസിൽ അങ്ങനെ പറഞ്ഞു, അതാണ് അതിനടിസ്ഥാനമായി പറയുന്നത്. അപ്പോൾ തഅബ്ബുദിയാണ്, വഹയിൽ അങ്ങനെ വന്നു, അതുകൊണ്ട് ഇനി അതിന് വേറെ നോക്കാനില്ല എന്നാണ്. അതായത് നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ വന്ന് കാണാൻ പറ്റും പുരുഷൻ്റെ ബാക്കി വെള്ളം കൊണ്ട് സ്ത്രീ വുളൂ ചെയ്യുന്നതും അതേപോലെ സ്ത്രീയുടെ ബാക്കി കൊണ്ട് പുരുഷൻ വുളൂ ചെയ്യുന്നതും അല്ലെങ്കിൽ കുളിക്കുന്നതും നബി തങ്ങളെ വിരോധിച്ചു. അതായത് നബി തങ്ങൾ വിലക്കി പുരുഷന്റെ മിച്ചമുള്ള വെള്ളം കൊണ്ട് സ്ത്രീ കുളിക്കുന്നതും സ്ത്രീയുടെ മിച്ചമുള്ള വെള്ളം കൊണ്ട് പുരുഷൻ കുളിക്കുന്ന നബി തങ്ങൾ വിരോധിച്ചു എന്ന ഇമാം അബൂ ദാവൂദ് മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെടുത്തപ്പോൾ ഇതിൽ ഒരു ഭാഗമാണ് എടുത്തത്. തിരിച്ച് പുരുഷന്റെ ബാക്കിയുണ്ട് പെണ്ണും കുളിക്കാൻ പാടില്ല ഹദീസ് വന്നല്ലോ. പക്ഷെ ഹദീസിൽ വന്ന ഒരു ഭാഗമാണ് ഫിഖ്ഹിലൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹായും ഒന്നിച്ച് ഒരു പാത്രത്തിൽ കുളിച്ചതായിട്ട് വന്നിട്ടുണ്ട്. മാത്രവുമല്ല മൈമുന ബീവി കുളിച്ച ബാക്കി വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചുവെന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ജംഅ് ചെയ്യാം, അതിൽ നിന്നാണ് ഈ മസ്അല ഉണ്ടാകുന്നത്. ഒന്ന് നബിയും ആയിഷ ബീവിയും കുളിച്ചു, മറ്റൊന്ന് മൈമുന ബീവിയുടെ കുളിച്ചതിന് വെള്ളം കൊണ്ട് ബാക്കി കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു. ഈ മൂന്നാമത്തെ വിഷയമുള്ളത് ഹദീസിൽ വന്ന് കുളിയാണ്, വുളു അല്ല. എന്നാലും കുളി പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വുളു പറ്റില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് പൊതുവെ ഫിഖ്ഹിലൊക്കെ സ്വീകരിച്ച നയം. അയിമക്ക് അതിൽ നിന്ന് ഇതും കൂടെ ചേർത്തിക്കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ 3 വിഷയം. ഒന്ന്, സ്ത്രീയുടെ ബാക്കി കൊണ്ട് പുരുഷൻ കുളിക്കാൻ പാടില്ല, അത് ഒരു ഹദീസ്. നബിയും ആയിഷ ബീവിയും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചു. മറ്റൊന്ന്, മൈമുന ബീവി കുളിച്ച വെള്ളത്തിൻ്റെ ബാക്കി കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചു. അപ്പം 3 ഹദീസ് വന്നു. ഇത് എങ്ങനെ 3ഉം കൂടെ യോജിപ്പിച്ചു കൊണ്ടുപോകാം, അത് യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയപ്പെട്ട 7 ഉപാധികൾ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയത്. അത് ബാക്കി അയക്കായിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച വെള്ളമല്ല, അത് വകുപ്പ് വേറെ, ഉപയോഗിച്ച വെള്ളം വേറെ. അവർ കുളിച്ചതിൻ്റെ ബാക്കി അപ്പോൾ തൊഹൂറാണ്, ആ വെള്ളം തൊഹൂറാണ്. അതുകൊണ്ട് തൊഹൂറത് ആ വെള്ളം തൊഹൂറാണ്. പക്ഷെ സ്ത്രീയുടെ ബാക്കിയുള്ള വെള്ളം എന്നതാണ് അതിൽ പോകുന്ന പ്രശ്നം.
അവർ തൊഹൂർ അല്ലാതായി മാറുന്നില്ല, തൊഹൂർ തന്നെയാണ്. അതുകൊണ്ടാണ് വേറെ പെണ്ണിന് വേണമെങ്കിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞത്. അപ്പം വെള്ളം തൊഹൂറാണ്, അതുകൊണ്ടാണ് മറ്റു സ്ത്രീക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. തൊഹൂർ അല്ലെങ്കിൽ സ്ത്രീക്ക് പറ്റുന്നല്ലോ, വെള്ളം തൊഹൂറാണ്. പക്ഷെ ഈ ഹദീസ് വന്നു എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നു ഇങ്ങനെ മസ്അല പറയാൻ ന്യായമില്ല, ഈ ഹദീസിൽ നിന്ന് ഇങ്ങനെ മസ്അല പറയാൻ ന്യായമില്ല. മാത്രവുമല്ല ഇബ്നു ഉസൈമീനൊക്കെ ഇതിനെ മറ്റു നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് കുളിക്കേണ്ടത്, അല്ല ഓരോരുത്തർ പ്രത്യേകിച്ചല്ല കുളിക്കേണ്ടത് എന്ന് പറയാൻ, അതിനാണ് ശരിക്കും നബി പറഞ്ഞതാണ് അദ്ദേഹമൊക്കെ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം നബിയും ആയിഷാബിയും ഒന്നിച്ച് കുളിച്ചു എന്നല്ലോ, നബിയും ആയിഷാബിയും ഒന്നിച്ച് കുളിച്ചു. അപ്പോൾ ജിമാഴ് കഴിഞ്ഞാൽ, ശാരീരിക ബന്ധം കഴിഞ്ഞാൽ ജനാബത്ത് കുളിക്കുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് കുളിക്കുക എന്നതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പഠിപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്, ഒരു കുടുംബജീവിതത്തിൻ്റെ മഹത്വം പഠിപ്പിക്കാൻ അതിനു വേണ്ടി പറഞ്ഞ കാര്യമാണ്. അല്ലാതെ അതുകൊണ്ട് വേറെ കുളിച്ചാൽ കുളി ശരിയാവില്ലെന്നോ എന്നൊന്നും ഉള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. കാരണം അത് വിശദീകരിക്കാനാണ് നബി മൈമുന ബീവിൻ്റെ ഫضല് കൊണ്ട് കുളിച്ചു എന്ന് പ്രത്യേകം പറയും ചെയ്തു. അപ്പോൾ അവർ കുളിച്ചാൽ കുളി ശരിയാവും. അപ്പം കുളിക്കരുത് നബി പറഞ്ഞത് കുളിച്ചാൽ അവരെ കുളി ശരിയാവില്ല, അശുദ്ധി നീങ്ങൂല എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മൈമുന ബീവി കുളിച്ചതിൻ്റെ ബാക്കി കൊണ്ട് നബി ഒരിക്കലും കുളിക്കുമായിരുന്നില്ല. അപ്പം നബി കുളിച്ചല്ലോ, അപ്പം കുളിച്ചാൽ കുളി ശരിയാകും എന്ന് മനസ്സിലാക്കാം. പിന്നെ എന്തേ ഇങ്ങനെ പറഞ്ഞു, അത് ഈ ഒരു അതും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ല അതിൽ നിന്ന് ഇങ്ങനെ കിട്ടുകയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ തിരിച്ചും പറഞ്ഞല്ലോ, പെണ്ണിൻ്റെ ബാക്കി കൊണ്ട് ആണ് കുളിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആണിൻ്റെ ബാക്കി കൊണ്ട് പെണ്ണും കുളിക്കാൻ പാടില്ല, അതേ ഹദീസിലുണ്ട്. എന്നാൽ എന്തേ ആ ഒരു വകുപ്പ് ഫിഖ്ഹിൽ എവിടെയും ചർച്ചയ്ക്ക് വന്നില്ല, എവിടെയും കാണില്ല. ഫിഖ്ഹ് ചർച്ചയിലൊക്കെ പെണ്ണിൻ്റെ ബാക്കി കൊണ്ട് ആണ് കുളിക്കാൻ പറ്റിയ ചർച്ച ഉള്ളൂ. ഇന്ന് ആണിൻ്റെ ബാക്കി കൊണ്ട് പെണ്ണ് കുളിക്കാമോ ഇല്ലേ ആ ചർച്ചയില്ല. ഒറ്റ ഹദീസിലാണ് രണ്ടും പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ പറഞ്ഞു ഒമിൻ വറാഇബിൽ ഇൽമി എന്നാണ്, ഇൽമിൻ്റെ ഒരു അതിശയമുള്ള മസ്അലയാകുന്ന ഇത്. ഹദീസ് രണ്ട് കാര്യം പറയാം, അതിൽ ഒന്ന് എല്ലാവരും എടുക്കുക, മറ്റൊന്ന് ആരും എടുക്കാതെ പോവുകയും ചെയ്യുക. അത് എന്തോ അങ്ങനെ ഒരു സംഭവം എന്താ മനസ്സിലാവില്ല എന്നാണ് ഇബ്നു ഉസൈമീനൊക്കെ അതേക്കുറിച്ച് ഫുഖഹായിൻ്റെ ഈ ശൈലിയെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാലും അതൊരു അങ്ങനെ വിശദീകരിക്കാൻ പാടില്ലാത്തൊരു ഹുക്കുമായി നാം അതിനെ മനസ്സിലാക്കേണ്ടതില്ല.